ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 90,000 രൂപയ്ക്കും നമുക്കിതാ ഇതുപോലൊരു വാച്ച് കിട്ടും. 3000 രൂപയ്ക്കും ഇതുപോലത്തെ വാച്ച് കിട്ടും. നമുക്ക് ഏതാ നല്ലത്? 90,000 രൂപയ്ക്കുള്ള വർത്തുണ്ടോ ഈ സംഗതി? സാധനം ഏതാണെന്ന് മനസ്സിലായില്ലേ? ആപ്പിൾ വാച്ച് അൾട്ര 2 പുതിയ വേർഷനാണ്. 1 നിന്നും 2 എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഡിസൈനിൻ്റെ ഭാഗത്ത് കാര്യമായ ഒരു വ്യത്യാസമില്ല. കാര്യമായെന്നല്ല, വ്യത്യാസമേ ഇല്ല, സെയിം ഡിസൈനാണ്. എന്നാലും നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെടുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റഗ്ഡ് ഡിസൈൻ, അതായത് ഇത്തിരി റഫ് ആൻഡ് ടഫായ ഒരു ബോൾഡ് ലുക്കൊക്കെയുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു വാച്ചാണ് ഈ ആപ്പിൾ വാച്ച് അൾട്ര 2. ഈ വാച്ചിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഡിസൈൻ വൈസ് ടൈറ്റാനിയം ബോഡിയാണ് വരുന്നത്. സഫയർ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കിത് ഹൈക്കിങ്ങിനോ ഡൈവിങ്ങിനോ എല്ലാ തരത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി വാച്ചാണ്. ഇതിൻ്റെ ഡിസൈനിൽ നമുക്ക് കുറേയധികം ബട്ടണുകൾ കാണാം. അതായത് ഇവിടെ ഒരു സാധാരണ ഒരു ബട്ടണുണ്ട്, പിന്നെ ഡയൽ, ക്രൗൺ, നമുക്ക് റൊട്ടേറ്റിംഗ് ക്രൗൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു ആക്ഷൻ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ ബട്ടണിൻ്റെ സൈഡിലായിട്ട് ഡുവൽ സ്പീക്കറും വരുന്നുണ്ട്. പിന്നെ ഒരു സൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു സ്പെഷ്യൽ ഒരു സ്പീക്കറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് കുറേ ദൂരേക്ക് വരെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാം. നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് പോവുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ നമ്മൾ ആക്ഷൻ ബട്ടണിലൂടെയോ മറ്റോ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് കുറേ ദൂരേക്ക് വരെ കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന് തക്ക രീതിയിലാണ് ഈ ഒരു സ്പീക്കർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയൊക്കെയാണ്. കാണാൻ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആപ്പിളിൻ്റെ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് വേണം തോന്നുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 90,000 കൊടുത്തത് എടുക്കാം. പക്ഷേ നിങ്ങൾ 90,000 കൊടുത്ത് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 3000 രൂപയ്ക്കും ഈ ഒരു ഡിസൈൻ കിട്ടുന്നുണ്ട്. അതായത് ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് 90,000 രൂപയ്ക്കും കിട്ടും, 3000 രൂപയ്ക്കും കിട്ടുമെന്ന്. അത് ഈ ഡിസൈൻ്റെ മാത്രം കാര്യമാണ്. നിങ്ങൾക്കിവിടെ കാണാം, ബോൾട്ടിലുണ്ട്, ഫയർ ബോൾട്ടിലുണ്ട്, ബോട്ടിലുണ്ട്, ഒക്കത്തിലും ആപ്പിളിൻ്റെ ഈ ഒരു ഡിസൈൻ അങ്ങനെ തന്നെ നമുക്ക് കിട്ടാനുണ്ട്. സോ ഡിസൈൻ മാത്രം നോക്കുന്നവരെ സംബന്ധിച്ച് ഇത് വാങ്ങിച്ച് കൈ കെട്ടിയാലും ഇത് അൾട്രയാണെന്ന് ആരും വന്ന് ചോദിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നവർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും 3000 എടുത്താൽ മതി, അതും കാര്യം നടക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന് 90,000 രൂപയ്ക്കുള്ള വർത്തുണ്ടോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂസിങ് ആണെങ്കിലും സംഗതി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ്. ഏത് സാഹചര്യത്തിലായാലും വിസിബിലിറ്റിക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. ഡയറക്റ്റ് സൺലൈറ്റിലാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് നല്ല രീതിക്ക് ബ്രൈറ്റ്നസ് ഡിം ആവുകയും ചെയ്യും. സോ ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലും അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാം തരം ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ഇവരുടെ ഏറ്റവും പുതിയ വാച്ച് ഫേസ് ആണ്. വാച്ച് അൾട്ര 1 നിന്നും അൾട്ര 2 മാറ്റമായിട്ട് പറയുന്നത് ഈ വാച്ച് ഫേസ് അടക്കമാണ്. വാച്ച് ഫേസ് ഒക്കെ ഒരു ചേഞ്ച് ആയിട്ട് കൊണ്ടുവരുന്നത് ആപ്പിൾ മാത്രമാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഇത് ഒരു അൺബോക്സിങ് ഡീറ്റെയിൽഡ് സ്പെക്ക് പറയുന്ന വീഡിയോ അല്ല. അതൊക്കെ ഒരുപാട് യൂട്യൂബിൽ വന്നു കഴിഞ്ഞു. നമ്മളിവിടെ ചെയ്യുന്നത് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പല യാത്രകളിൽ ഉപയോഗിച്ചു. ആ ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ ഓരോ ഫീച്ചറും ഇവിടെ നിരത്തി പറയുന്ന പരിപാടിയല്ല. ഇതിനോടകം തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ എല്ലാതരം സ്പോർട്സ് മോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തരം എക്സസൈസോ കാര്യങ്ങളോ കളിയാണോ എന്താണോ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ട്. അതായത് ECG, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ലീപ്പ് ട്രാക്കിംഗ്, ടെമ്പറേച്ചർ, ബ്ലഡ് ഓക്സിജൻ, SOS, ഫാൾ ഡിറ്റക്ഷൻ, ക്രാഷ് ഡിറ്റക്ഷൻ. സോ ഹെൽത്ത് പരമായ ഫിറ്റ്നസ് പരമായ എല്ലാ കാര്യങ്ങളും ഈ ഒരു വാച്ചിനകത്ത് വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് ഞാൻ വെറുതെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാ ഘടകങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു ഹെൽത്ത് ഓറിയൻറ്റഡ് വാച്ചായിട്ട് തന്നെ ഇതിന് ഉപയോഗിക്കാം. അതേപോലെ ഇതിൽ ഡബിൾ ടാപ്പ് ഫീച്ചർ ഉണ്ട്. ഈ വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ, വിരലുകൾ ഇങ്ങനെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു കോൾ വരികയാണ്, ആ കോൾ എടുക്കാൻ നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ വിരൽ 2 പ്രാവശ്യം ആക്കിയാൽ ഇവിടെ കോൾ അറ്റൻഡ് ആവും, 2 പ്രാവശ്യം ആക്കിയാൽ ആ കോൾ കട്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കൺവീനിയൻ്റ് ആയ ഫീച്ചറായി. എന്തെങ്കിലും സാധനങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇങ്ങനെ കോൾ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും സാധിക്കും. പിന്നെ പുതിയ അൾട്രാ വൈഡ് ബാൻഡ് ടെക്നോളജി ഒക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഡിവൈസുകളൊക്കെ ട്രാക്ക് ചെയ്യണമെങ്കിലും വളരെ ഈസി ആയിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഈ ഒരു വാച്ച് കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതൊക്കെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അൾട്ര 2 വരുമ്പോൾ അൾട്ര 1 നിന്നും തന്നെ നല്ലൊരു വ്യത്യാസമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വാച്ചുകളുടെ ഒരു നല്ല സവിശേഷതകളായിട്ട് ഇതൊക്കെ പറയുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ S9 ചിപ്പാണ് വരുന്നത്. അതായത് ഏറ്റവും പുതിയ പവർഫുള്ളായ പ്രോസറാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് 1 നിന്നും 2 ഒരു വ്യത്യാസവും കൂടിയാണ്. എന്ത് തന്നെയായാലും 1 ശരി, അതിന് മുമ്പത്തെ വെർഷനുകളായാലും, അത് അൾട്രയ്ക്ക് മുമ്പത്തെ വെർഷൻ ഇല്ല, ബേസ് മോഡലുകളായാലും പെർഫോമൻസിൽ ആപ്പിൾ വാച്ചുകൾ ഒരിക്കലും ലാഗോ പ്രശ്നങ്ങളോ കാണിക്കാറില്ല. എങ്കിലും ഇതിൽ ഏറ്റവും പുതിയ S9 ചിപ്പ് ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ, S9 ചിപ്പല്ല സിപ്പ്, അത് ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. അടിപൊളി സ്മൂത്തായ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി ലൈഫിൽ യാതൊരു ഇഷ്യൂ ഇല്ല. ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് കുറേ കാലം ആപ്പിൾ വാച്ച് ഉപയോഗിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആയ സംഗതി ബാറ്ററി ലൈഫാണ്. ഒരു ദിവസം കഷ്ടിയാണ്. നമ്മൾ അത്യാവശ്യം ഡീസൻ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ തന്നെ ഒരു ദിവസം കഷ്ടിയാണ്. പക്ഷേ അൾട്ര 2 2 ദിവസം വരെ സുഖമായിട്ട് ബാറ്ററി ലൈഫ് കിട്ടും. ആപ്പിൾ വാച്ച് തന്നെ വേണം, ബാറ്ററി ലൈഫും വേണം എന്നുള്ളവരെ സംബന്ധിച്ച് അൾട്ര 1, അൾട്ര 2 രണ്ടിനും ബാറ്ററി ലൈഫിൽ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ.
സോ ഇത് രണ്ടിൽ ഏതായാലും വേണ്ടില്ല. എൻ്റെ ഇരിക്കുന്ന 2 എങ്ങനെ പോലെ 2 ദിവസം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കോൾ ക്വാളിറ്റിയിലും കാര്യങ്ങളൊന്നും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഇത് ഈ സിം സപ്പോർട്ട് ചെയ്യുന്ന വേരിയൻ്റ് ആണ്, ഒറ്റ മോഡലേ ഉള്ളൂ. സോ അതിനകത്ത് കോളിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്തില്ല ഇതുവരെയായിട്ടും. പിന്നെ ഞാൻ ആപ്പിൾ വാച്ച് 7 നിന്നാണ് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്നെ സംബന്ധിച്ചില്ല. അങ്ങനെ പറയാൻ കാരണം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെതായ മെയിൻ ഫീച്ചറുകളായ പല ഹൈക്കിങ്ങിന് പോകുമ്പോഴുള്ള ഫീച്ചറുകൾ, ഡൈവിങ്ങിന് പോകുമ്പോഴുള്ള ഫീച്ചറുകൾ, അല്ലെങ്കിൽ അതുപോലുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ബാക്ക് ട്രാക്ക്, കോമ്പസിൻ്റെതായ ഒരുപാട് ഫങ്ഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്കാണ് ഇതൊരു വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ ഫീൽ ചെയ്യുള്ളൂ. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ഒരു സംഗതി ഉപയോഗിക്കുന്ന ആളല്ല. ഞാനത് ജസ്റ്റ് കയ്യിൽ കിടന്നു, സമയം നോക്കുന്നു, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നോക്കുന്നു, കോൾ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. പിന്നെയും എനിക്ക് ആവശ്യം ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് സംവിധാനമൊക്കെയാണ്. അതൊന്നും ഇതിൽ വരുന്നുമില്ല. സോ എന്നെ സംബന്ധിച്ച് 90,000 കൊടുത്ത് തീർത്തുകൊണ്ട് വലിയ യൂസൊന്നുമില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്യാമെന്നുള്ളൊരു ഗുണം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് വർത്തെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ യൂസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ അൾട്ര ഒരു തരത്തിലും വാല്യൂ ഫോർ മണി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. പകരം നിങ്ങൾക്കത് ആപ്പിൾ വാച്ച് 9 ഒക്കെ എടുത്താലും സെറ്റായിരിക്കും. ഇതിൽ വരുന്ന പല ഫീച്ചറുകളും അതിനകത്തും വരുന്നുണ്ട്. ബട്ട് ഈ പറഞ്ഞ മെയിൻ സംഭവങ്ങൾ അതിലുണ്ടാവില്ല. ഒപ്പം തന്നെ ഇത്രയും ബാറ്ററി ലൈഫും ഉണ്ടാവില്ല. സോ മൊത്തത്തിൽ ആപ്പിൾ വാച്ച് അൾട്ര 2 എടുക്കണോ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കായിട്ടൊരു കാര്യം മനസ്സിലാക്കുക. 90,000 രൂപ കൊടുത്തൊരു വാച്ച് ആവശ്യമുണ്ടെന്നുള്ള കാര്യം 2-3 വട്ടം ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം, ഒരു തെറ്റുമില്ല. എന്നാൽ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ അൾട്ര എന്ന് പറയുന്ന മോഡൽ, അല്ലെങ്കിൽ അൾട്ര 2 ആയിക്കോട്ടെ, രണ്ടായാലും ആ ഒരു മോഡലിലേക്ക് പോകേണ്ട ആവശ്യം ഒരു സാധാരണ പേഴ്സണെ സംബന്ധിച്ചില്ല. കാരണം 9-ൽ തന്നെ ഒരുവിധം വേണ്ടുന്ന എല്ലാ ഫീച്ചറുകളും ഉണ്ട്. ഇത് രണ്ടായാലും ഇത് പറയുന്ന പല ഫീച്ചറുകളും നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ആൻഡ്രോയിഡ് വാച്ചുകളിൽ കിട്ടുന്നുമുണ്ട്. സോ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ തന്നെ വേണമെങ്കിൽ മാത്രം ഈ വാച്ചുകളിലേക്ക് നോക്കിയാൽ മതി. അതിൽ തന്നെ അൾട്ര 2 എന്ന് പറയുന്നത് എക്സ്ട്രീമാണ്. അത്രയും ആവശ്യമുണ്ടെന്നുള്ളത് നന്നായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ സംഗതി ആപ്പിൾ വാച്ചുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം അതിലുള്ള പല സംഗതികളും ആൻഡ്രോയിഡ് വാച്ചുമായിട്ട് കമ്പയർ ചെയ്താൽ വാല്യൂ ഫോർ മണി ആയിരിക്കില്ല. പക്ഷേ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റും ആപ്പിൾ എന്ന് പറയുന്ന സംഗതിക്കൊക്കെ ഒരു വാല്യൂ നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊരു വാല്യൂ ഫോർ മണി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വഴിയുള്ളൂ. എന്നാലും എവിടെയാണ് വാല്യൂ ഫോർ മണി ഇതിനകത്ത് അല്ലേ? സോ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ വാച്ച് ഏത് തരം ആൾക്കാർക്കാണ് പറ്റിയത്? അല്ലെങ്കിൽ നിങ്ങളിത് എടുക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ തോട്ട്സ്? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും അൾട്ര 1 കയ്യിലുള്ളവർ 2-ലേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ള കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നു. സോ ഇതാണ് നമ്മുടെ അൾട്ര 2-ൻ്റെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.